ഹലോ, ഇന്നൊരു ആലപ്പി ഫിഷ് കറി ചെയ്താലോ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ റെസിപ്പി. ആദ്യമേ ഒരു മൺചട്ടി നമുക്ക് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം ഉലുവയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം പൊട്ടിക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാമേ. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്യാം. ഈ സമയം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയ തേങ്ങയുടെ പേസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഈ കറി തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല മഷി പോലെ നമുക്ക് അരച്ച് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലയും കൂടെ ചേർക്കാം. അതിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലവണ്ണം നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അല്പം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഈ കറിക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ കറിക്ക് വേണ്ടി. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഈ കറി ഒന്ന് തിളക്കട്ടെ. കറി നല്ലവണ്ണം ചൂടായി നല്ല ആവി പറക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടി പുളി ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തക്കാളിയോ പച്ചമാങ്ങയോ കുടംപുളിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തക്കാളിയും അല്ലെങ്കിൽ പച്ചമാങ്ങ ഇട്ട് വെക്കുമ്പോഴായി കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് യൂസ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് വേണ്ടി ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയ മീൻ കഷ്ണം ആഡ് ചെയ്യാം. കറി നല്ലോണം തിളച്ചു. ഞാനിവിടെ 500 ഗ്രാം വെള്ളമീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ഇളക്കുന്നത് സൂക്ഷിച്ച് വേണം, മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. മീൻ നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. കറി നല്ലവണ്ണം കുറുകി തിക്കായും വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടിയ കടുകും കൂടെ നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും അല്പം കടുകും 2 വറ്റൽമുളകും 2 ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കറിയിലോട്ട് ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. കാരണം അടച്ചു വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നല്ലപോലെ കറിയിലോട്ടൊന്ന് ഇൻഫ്യൂസ് ആകത്തുള്ളൂ. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. സോ ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അപ്പോൾ ശരി, ബൈ.